നീയും എനിക്ക് ചുറ്റുമുള്ളവരും എന്നെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ തോന്നുകയാണ്. പറയുമ്പോൾ പേര് കേട്ട തച്ചൻ യഹൂദദേശത്ത് എന്റെ പണിശാലയോട് ചേർത്ത് വയ്ക്കാൻ ഒന്നും തന്നെയില്ല. പക്ഷെ ഞാൻ അറിയേണ്ടത് പലതും അപ്പാർക്കില്ല. സ്വപ്നം കണ്ട നല്ല ജീവിതം കൈവിട്ടുപോയി. ഈ ജീവിതത്തിൽ മടുത്തു. കേട്ടറിഞ്ഞ കഥകൾക്കും ചരിത്രങ്ങൾക്കും അപ്പുറം മറനീക്കി പൂർണ്ണമായി പുറം കാതുകളിലേക്ക് എത്താത്ത ചിലരുടെ ജീവിത നിറവുകളുണ്ട്. ഇവിടെ സംസാരം അത്തരത്തിലൊരു മനുഷ്യനെ കുറിച്ചാണ്. നസ്രത്തിലെ ഒഴിഞ്ഞൊരു കോണിൽ ആരവാരങ്ങൾക്കപ്പുറം ആർക്കും വേണ്ടപ്പെടാത്തവനായി ജീവിച്ച ഒരു നീതിമാന്റെ കഥ. ജോസഫ് തന്റെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷമുള്ള ഒരു വർഷം പ്രാർത്ഥനകളുടെ പ്രതീക്ഷകളോടെ മറിയയ്ക്ക് വേണ്ടി കാത്തിരുന്നവൻ. എന്നാൽ ഒരു ദിനം അവൾ തന്റേതല്ലാത്ത കാരണത്താൽ ഗർഭവതിയായെന്നുള്ള വാർത്ത അവൻ
അവനെ ഉലച്ചു കളഞ്ഞു. എന്നാൽ ഗൂഢമായി അവളെ ഉപേക്ഷിക്കാൻ ഉറച്ചവന്റെ സ്നേഹത്തിനു മുൻപിൽ ദൈവം പുതിയൊരു വഴി തുറക്കുന്നു. ആ മനുഷ്യന്റെ ജീവിതത്തിലൂടെ വെളിപാടിന്റെ മഹത്വത്തെ ഉൾക്കൊണ്ട രാത്രി വരെ അവൻ അനുഭവിച്ച യാതനകളിലൂടെ അവനെ അസ്വസ്ഥമാക്കിയ സ്വപ്നങ്ങളിൽ നിന്ന് സ്വപ്നങ്ങളിലേക്കുള്ള ചലനങ്ങളിലൂടെ നമുക്ക് വഴി നടക്കാം. മാർത്തോമാ തിയോളജിക്കൽ സെമിനാരി എബ്രഹാം അൽപാൻ സൊസൈറ്റി അവതരിപ്പിക്കുന്നു തിരസ്കൃതന്റെ സ്വപ്നം. ജോസഫ്, നീ എവിടെയാണ്? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. നീ വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. മറിയ, നീ ഒരുപാട് നേരമായി വന്നിട്ട്. ചങ്ങാതിമാരോടൊപ്പം എഫ്രൈം മലയിലേക്ക് പുതിയ പണിസാധനങ്ങൾ വാങ്ങാൻ പോയി. പക്ഷെ തിരികെ മല ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകി പോയി. ഞാൻ കരുതി നീ എന്നെ മറന്നു കളഞ്ഞത്. നിന്നെ ഞാൻ എങ്ങനെ മറന്നു കളയാൻ? നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം സ്വപ്നം കണ്ടാണ് ഞാൻ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. അത് തന്നെയാണ് എന്റെ മനസ്സ്. വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ഒരാണ്ട് പൂർത്തിയാകാറായി. അധികം താമസിക്കാതെ ഈ മണവാട്ടിയെ ആർപ്പുവിളിയോടെ വന്ന് കൊണ്ടുപോകേണ്ട ദിവസം വരും. ശരിയാണ്, കഴിഞ്ഞ ആണ്ട് ഒരു യുഗം പോലെയാണ് തോന്നിയത്. എത്ര സാവധാനത്തിലാണ് ദിവസങ്ങൾ കടന്നുപോയത്. നിന്നെ ദേവാലയം സാക്ഷിയാണ് ചാർച്ചക്കാർ സമക്ഷം എന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന നിമിഷം എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയും. ആ ദിവസം ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങിയില്ലെങ്കിലും ഓരോ ദിവസവും നീ എന്റെ ഒപ്പമുണ്ടെന്നുള്ള തോന്നലാണ് മനസ്സിൽ. നീ എന്റെ കൂടെ നടക്കുന്നത് പോലെയും കൂടെ ചേർന്നിരിക്കുന്നത് പോലെയും ഒപ്പം സംസാരിക്കുന്നത് പോലെയൊക്കെയും തോന്നാറുണ്ട്. ദൈവം ആദത്തെയും ഹവ്വയും ചേർത്ത് വെച്ചതുപോലെ നമ്മളെയും ചേർത്ത് വെക്കും. അവൻ തുണയ്ക്കട്ടെ. നസ്രത്തിലെ എന്റെ ഭവനവും അമ്മയും നിന്റെ വരവും കാത്തിരിക്കുകയാണ്. നിന്റെ അമ്മയ്ക്ക് എന്നെ എന്ത് സ്നേഹമാണെന്നോ. അമ്മയ്ക്ക് നീ എപ്പോഴും സ്വന്തം മകൾ തന്നെ ആയിരിക്കും. നമ്മൾ കണ്ട കിനാവുകളൊന്നും വെറുതെ ആവില്ലെന്നേ. ഈ താഴ്വരകളും കുന്നുകളും അരുവികളും പുഴകളും നമ്മുടെ പ്രണയത്തിന് സാക്ഷിയായി നിൽക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. നേരം കുറച്ചധികം വൈകി ജോസഫ്. ഇനിയും താമസിച്ചാൽ എന്നെ ഭവനത്തിൽ അന്വേഷിച്ചു തുടങ്ങും. നീ പറഞ്ഞ എത്ര ശരിയാണ്. നിന്റെ കൂടെ ഇരുന്ന സമയം പോകുന്ന അറിയില്ല. ഇനി താമസിക്കുന്നു, മുൻപോട്ട് കാണാം. ഞാൻ നിന്റെ കൂടെ കാണും. ജോസഫ്, 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 തീർന്നില്ലേ നിന്റെ ഏകാന്തത? ഈയിടെയായി നീ പണിശാലയിൽ തന്നെ ഒറ്റയ്ക്കിരുന്നതും മറച്ചു വെച്ചതും എന്താണെന്ന് അമ്മയ്ക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്? എന്നാലും കുഞ്ഞെ, നിനക്ക് ഈ ഗതി വന്നല്ലോ. മറിയ,
സാധുവായ നിഷ്കളങ്കയായ പെൺകുട്ടിയായിരുന്നു. നിനക്ക് ചേർന്നുള്ളെന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ നമ്മളെയെല്ലാം ഒരുപോലെ ചതിച്ച് അവളിപ്പോൾ ഒരു കുഞ്ഞിനെ ചുമക്കുന്നു പോലും. ഇതറിഞ്ഞപ്പോൾ എന്റെ ചങ്ക് തകർന്നു പോയി. ദൈവമേ, എന്തിനാണ് ഞങ്ങളോട് ഈ പരീക്ഷണം? അല്ല, ഇനി നീയും കൂടി അറിഞ്ഞിട്ടാണോ ഇത് സംഭവിച്ചത്? നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അരുതാത്തത് പറ്റിപ്പോയോ കുഞ്ഞെ? അമ്മയോട് പറ. ഏതെങ്കിലും കാരണത്താൽ പിഴവ് വന്നാൽ ഈ നാട് നമ്മളോട് പൊറുക്കില്ല. ഞാൻ എന്താ അമ്മയോട് മറുപടി പറയുക? കന്യക ഗർഭം ധരിച്ചു പോലും. ഇത്ര നാളും ഞാൻ ചൊല്ലിത്തീർത്ത നമസ്കാരങ്ങളും ഒഴിച്ച കണ്ണുനീരും നീ വെറുതെയാക്കി കളഞ്ഞ ദൈവമേ. ഇല്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവളെ ഒരുപാട് സ്നേഹിച്ചു പോയെന്നല്ലാതെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവൾ എന്നെ ചതിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അമ്മയെ ഞാൻ എന്ത് പറഞ്ഞാണ് മനസ്സിലാക്കുക? എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക? എനിക്കറിയില്ല. വരാൻ പോകുന്നതിനൊക്കെ എങ്ങനെയാ നേരിടുക എന്ന് നിശ്ചയമില്ല. ഒന്നും എനിക്കറിയില്ല. ജോസഫ്, നീ എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? നിന്നെ കാണാനോ സംസാരിക്കുവാനോ കഴിയാതെ ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. നിനക്ക് ഞാൻ പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് നീ കരുതുന്നുണ്ടോ? ഇനിയും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ലേ? കേൾക്കുന്നില്ലെന്നോ? ഇപ്പോൾ നീ മാത്രമാണ് എന്റെ മുൻപിൽ. ഒരുമിച്ച് ജീവിക്കാമെന്ന് സ്വപ്നം കണ്ടവർ, കൈകോർത്ത് പ്രതീക്ഷ വെച്ചവർ. പക്ഷേ എവിടെയാണ് എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടത്? ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ? വിവാഹത്തിന് മുൻപ് ഗർഭം ധരിച്ചവൾ യഹൂദ മതത്തിൽ ശാപം പേറുന്നവളാണ്. എന്റെ അമ്മയുടെ മുൻപിൽ, ശാസക്കാരുടെ മുൻപിൽ നമ്മൾ വാർന്ന സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ചേർന്ന് നിൽക്കും? എനിക്ക് കഴിയില്ല. പക്ഷെ അറിയാം, എന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയി. ദൈവം എന്നെ കൈവിട്ട്
അവൻ വിവാഹമർപ്പിച്ച പെൺകൊടിയെ കുറിച്ച് ദിവാസ്വപ്നം കാണുകയായിരിക്കും. ശരിയാ, വിവാഹം ഉറപ്പിച്ചിട്ട് ഒരാണ്ട് തികയാറാകുന്നു. ഇനി തച്ച കുടിലേക്ക് മണവാട്ടിയെ ആനയിച്ചു കൊണ്ടുവരണമല്ലോ. അമ്മയും മകനും ഒരുങ്ങിയിരിക്കുമായിരിക്കും അല്ലേ? മറിയെ മാത്രമാണോ, അതോ അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും നീ കൊണ്ടുവരുമോ? ഞങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിനക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടവള് ഒരു ജീവൻ വളരുന്നുണ്ടെന്ന് പോലും. ഞങ്ങൾക്കറിയേണ്ടത് നീയാണോ അതോ മറ്റാരെങ്കിലും ആണോ അതിന് ഉത്തരവാദി? എന്താണ് നിനക്ക് ശബ്ദമില്ലാത്തത്? നിന്റെ വാക്കുകളിലാണ് ആ 2 ജീവന്റെ നിലനിൽപ്പ്. നിനക്കറിയാമല്ലോ, മോശയുടെ ന്യായപ്രമാണ പ്രകാരം കന്യകയായ ഒരു പെൺകുട്ടി ഗർഭവതിയായ അവളെ പാളയത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു കൊല്ലണം എന്നതാണ് നിയമം. ആ കുഞ്ഞ് നിന്റേതല്ലെങ്കിൽ നിയമം നടക്കും. നിനക്കൊന്നും പറയാനില്ലെങ്കിൽ ഞങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിക്കും. രവി, ക്രോധം അടിയന്റെ മേൽ വെക്കരുതേ. എവിടെയാണ് പിടച്ചതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാ. വലിയ പ്രതീക്ഷകളോടെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഒന്നുമില്ലാത്തവരാണെങ്കിലും ആർക്കും വേണ്ടെങ്കിലും ഞങ്ങൾക്കും സ്വപ്നം കാണാനുള്ള അവകാശമില്ലേ? ഇല്ല എന്ന് തോന്നുന്നു. അതല്ലേ അവസാനം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ നിരപരാധിയാണെങ്കിലും അത് തുറന്നു പറഞ്ഞാൽ നിങ്ങൾ എന്റെ മറിയുടെ ജീവൻ എടുക്കില്ലേ? അതോ പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന ബോധ്യത്തിൽ ഞാൻ അവളെ സ്വീകരിക്കണോ? മനോഹർ, നമ്മൾ ഇതെങ്ങനെയാ ജോസഫിനോട് ചെന്ന് സംസാരിക്കുക? അവിടുത്തെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നാടാകെ ഇളകിയിരിക്കുന്നു. മൗനം കൊണ്ട് കാര്യമില്ല. സുഹൃത്തുക്കൾ എന്ന നിലയിൽ നമുക്കെന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ. ജോസഫ്, എന്തൊക്കെയാ ഞങ്ങൾ ഈ കേൾക്കുന്നത്? നിനക്കും മറിയയ്ക്കും ഇടയിൽ എന്താണ് സംഭവിച്ചത്? മറിയയിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് പോലും. പലരും പല കഥകളാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ രണ്ടുപേരും അറിയാതെ ഇതെങ്ങനെ സംഭവിക്കും? ദേവാലയത്തിലെ സക്രിയ പുരോഹിതന്റെ വാർദ്ധക്യത്തിലെ കുഞ്ഞ് ഒരത്ഭുതം പോലെ ഈ നാട് മുഴുവൻ സംസാരിക്കും. ഇനി ഇതും അങ്ങനെ ഒരു അത്ഭുതമാണെന്നാണോ നീ പറയുന്നത്? കഴിഞ്ഞ 400 വർഷം ഇല്ലാതിരുന്ന എന്ത് അത്ഭുതമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഇത്. ഇവിടെ ജനിച്ച് മരിക്കുന്ന എല്ലാ സാധാരണക്കാരുടെ പ്രശ്നമാണ്. ഉടയവനെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ അടിമകളുടെയും പ്രശ്നം. ഒന്നെങ്കിൽ ചങ്ങലയോടുകൂടെ എതിർക്കുക, അല്ലെങ്കിൽ ചങ്ങല പൊട്ടിച്ചെറിയുക. എത്ര ദിവസമായി എന്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട്. ഇപ്പോൾ ഇതാ കൂട്ടുകാരെ, നിങ്ങൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുക. ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ എന്നെ കൈവിടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എല്ലാം തുറന്നു പറയാനുള്ള നിങ്ങളോട് എനിക്കിപ്പോ മറുപടി ഒന്നുമില്ല.
വിശ്വസിക്കുന്നില്ല. എനിക്ക് അവളെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ചെയ്യാത്ത തെറ്റ് അത് ഞാൻ എങ്ങനെ ഏറ്റെടുക്കും? നീ കേട്ടില്ലേ അതിർത്തിയിലെ ആക്രോശം? ഭ്രഷ്ട് കൽപ്പിച്ച് കൊല്ലപ്പെടാൻ നസ്രേത്തുകാർക്ക് പുതിയൊരു ഇര കൂടി. നമ്മൾ ഇതെത്ര കണ്ടതാണ്. നീതിന്യായത്തോട് തെറ്റ് ചെയ്ത എത്രയോ കുറ്റവാളികളുടെ കണ്ണുനീരും അലർച്ചയും ഈ കോട്ടമതിലുകൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അടുത്ത ഇര ഈ ഭവനത്തിലെ ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവൾ മറിയ. ജോസഫേ, ഇറങ്ങി വാടാ. ആരുമില്ല ഇവിടെ. അവൻ പേടിച്ച് യഹൂദ നാട് വിട്ട് ഓടിക്കാണും. എവിടെ ഓടിയാലും നിനക്കോ നിന്റെ മറിയയ്ക്കോ രക്ഷയില്ല. തലയ്ക്ക് മുകളിൽ മോശയുടെ പ്രമാണം നിൽക്കുകയല്ലേ. വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ഏൽപ്പിക്കപ്പെട്ട പുരുഷനല്ലാതെ ഒരു കന്യക ഗർഭവതിയായാൽ അവൾ ഹേരോദാവിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകണം. അതെ, ജനത്താൽ കല്ലെറിഞ്ഞു കൊല്ലപ്പെടണം. അവളിൽ വളരുന്ന കുഞ്ഞ് നിന്റേതല്ല എന്തോ സത്യം. ഈ ലോകത്തോടങ്ങ് വിളിച്ചു പറഞ്ഞേക്കടാ തച്ച. അങ്ങനെ നിനക്ക് രക്ഷപ്പെടാം. അല്ല, ഇനിയും നീ മൗനിയായി നിന്നാൽ നീയും അവളും ഒരുപോലെ ശിക്ഷ അനുഭവിക്കും. അതാ കുണ്ടുകയറി ജനക്കൂട്ടം ഈ ഭവനത്തിനടുത്തെത്തി. നിനക്കിനി രക്ഷയില്ല. നിനക്കും അറിയിക്കും സത്യം വെളിപ്പെടുത്തി ഇനി കീഴടങ്ങാം. നാടിന്റെ നിയമം തെറ്റിച്ചവിടെ ഇറങ്ങി വാ നീ. ജോസഫേ, ഇനി നിങ്ങൾക്ക് രക്ഷയും. മോശയുടെ നിയമം തെറ്റിച്ച് ഹെരോദ രാജാവിന്റെ ദേശത്ത് വിലസാമെന്ന് കരുതിയോ? നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞ് നിന്റേതാണെന്ന് നീ പറയാത്തിടത്തോളം കാലം അത് ഈ നാടിന്റെ നിയമങ്ങൾക്ക് നിരക്കാതെ പിറക്കുന്നതാണ്. നിനക്ക് എന്താ പറയാനൊന്നുമില്ലേ? നീ ഒരാള് തന്നെയാണോടാ? ഒറ്റയിടത്തോളം പറയാൻ കഴിയാത്തവനെ ഞങ്ങൾ പിന്നെ എന്താ വിളിക്കുക? നിന്റെ ആനന്ദത്തെ ചോദ്യം ചെയ്തിട്ടും നിന്റെ നാവ് ചലിക്കുന്നില്ലല്ലോടാ. ഈ നാടിനോട് വിടവ് കാണിച്ചവരുടെ എല്ലാം ഇറ്റുവീണ രക്തം നിങ്ങൾക്ക് സാക്ഷി. ഞങ്ങളുടെ കൈകളിലെ കല്ലുകളും തീപ്പന്തങ്ങളും ഇന്ന് നിങ്ങളുടെ മേൽ ശരം പോലെ വീഴും. നീ അവളെ എവിടെ കൊണ്ടൊളിപ്പിച്ചാലും ഞങ്ങൾ തേടിപ്പിടിച്ച് നിയമം നടപ്പിലാക്കിയിരിക്കുന്നു. നോക്ക്, ഇത്ര അഹങ്കാരമോ? ഇവന്റെ വാ തുറക്കുന്നില്ലല്ലോ. നമ്മൾ എത്രയൊക്കെ ചോദിച്ചാലും ഇവൻ ഉത്തരം പറയില്ലടാ. ഒന്നെങ്കിൽ അവന്റെ ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ തെറ്റ് ചെയ്തവളെ അവൻ സംരക്ഷിക്കാൻ നോക്കുകയാണ്. എന്നാൽ നമുക്കിനി നിയമത്തിന്റെ വഴി നോക്കാം. ജോസഫ്, ജോസഫ്, ജോസഫ്,
സ്വർഗീയമാം സുവിശേഷം അതിജീവനമേകുകിൽ സ്വരമായി സ്വരമേളായി പാടൂ. ഉയിരിന്റെ ഉടയവനേ, ഉലകത്തെ മെനഞ്ഞവനേ, ഉലയും ഈ പ്രാണനിൽ അലിവിന്റെ ഉദയമായി വന്നണയണമേ. ഉയിരിന്റെ ഉടയവനേ, ഉലകത്തെ മെനഞ്ഞവനേ, ഉലയും ഈ പ്രാണനിൽ അലിവിന്റെ ഉദയമായി വന്നണയണമേ. അകലമായ നിഴലായൊരുവൾ അരികെ ചേരാൻ മറയാതൊരുവൾ ഒരു നാളിൽ നീ വരുവോളം കനവേ പിരിയാതെ മൗനം കൂടെ കാവലേ. ഒരു നാളിൽ നീ വരുവോളം കനവേ പിരിയാതെ മൗനം കൂടെ കാവലേ. ഉയിരിന്റെ ഉടയവനേ, ഉലകത്തെ മെനഞ്ഞവനേ, ഉലയും ഈ പ്രാണനിൽ അലിവിന്റെ ഉദയമായി വന്നണയണമേ. ഉയിരിന്റെ ഉടയവനേ, ഉലകത്തെ മെനഞ്ഞവനേ, ഉലയും ഈ പ്രാണനിൽ അലിവിന്റെ ഉദയമായി വന്നണയണമേ. ജോസഫ്, നിന്റെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ നടുവിൽ പരിഹാരമായി അത്യുന്നതനായ ദൈവം അയച്ച ദൂതൻ ഗബ്രിയേൽ. എന്താ നിങ്ങൾ പറയുന്നത്? ഭ്രാന്ത് പറയാതെ എന്റെ മുന്നിൽ നിന്ന് പോ. നിന്നിലേക്ക് അടുക്കുന്ന ദൈവ സാന്നിധ്യത്തിലേക്ക് കണ്ണു തുറന്നു നോക്കാം. അപ്പോൾ നീ എന്നെ അറിയും. ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇതൊക്കെ ആരെങ്കിലും കേട്ടാൽ വിശ്വസിക്കുന്ന കാര്യമാണ്? ദൈവം മറിയയിലൂടെ ജനിക്കുമെന്ന് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല.
യാഥാർത്ഥ്യം വിശ്വസിച്ചേ പറ്റൂ. അധികം താമസിയാതെ നിങ്ങൾ ആ സത്യത്തെ നേരിട്ട് മനസ്സിലാക്കും. യഹൂദ സമൂഹം കാത്തിരുന്ന ലോകത്തിന്റെ രക്ഷകൻ മറിയയിലൂടെ പിറക്കുവാനിരിക്കുന്നു. ഈ ദേശത്തിന്റെ പാപക്കറ തന്റെ രക്തത്താൽ അവൻ കഴുകിക്കളയും. യജമാനനെ, ഈ ദേശത്തിലെ ഓരോരുത്തരും കാലങ്ങളായി പ്രതീക്ഷിക്കുന്നത് പോലെ ഞാനും മസിഹായെ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ ഞങ്ങളെ പോലെയുള്ള ആർക്കും വേണ്ടാത്ത പുരോഹിതന്മാരും ഭരണകർത്താക്കളും അറപ്പോളം മാത്രം നോക്കുന്ന സാധാരണക്കാരിലൂടെ ഇതൊക്കെ എങ്ങനെ നടക്കും? എന്തുകൊണ്ടാണ് ഞങ്ങളെ പോലെയുള്ള ബലഹീനരെ ദൈവം തിരഞ്ഞെടുത്തത്? ദൈവം എപ്പോഴും മനുഷ്യരുടെ ചിന്തയ്ക്കും പ്രതീക്ഷകൾക്കും അതീതമായി പ്രവർത്തിക്കുന്നു. ജോസഫ്, നിന്നെ പോലെ മറിയയെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല. ഈ യാത്രയിൽ നിങ്ങൾ പരസ്പരം സഹിച്ചതും പങ്കുവെച്ചതും കൈകോർത്ത് നടന്നതും ഇത്രയേറെ ആത്മസമർപ്പണത്തിലൂടെ മുൻപോട്ട് പോയതും അവളോടുള്ള നിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതാണ്. സ്നേഹമാണ് വരാനിരിക്കുന്ന രക്ഷകനെ പേറുന്ന ആത്മാവും അവനിലൂടെ ലഭിക്കാൻ പോകുന്ന രക്ഷയുടെ കേന്ദ്രവും. യജമാനനെ, അടിയൻ എന്നെ തന്നെ ദൈവഹിതത്തിന് സമർപ്പിക്കുന്നു. നിന്റെ മനസ്സിനെ ശാന്തമാക്കൂ ജോസഫ്. മുൻപോട്ടുള്ള വഴികളിൽ ദൈവം നിനക്ക് വെളിച്ചവും വഴിയും തുറന്നു തരും. വരാനിരിക്കുന്ന രക്ഷകളിലൂടെ യഹൂദ സമൂഹം മാത്രമല്ല, ഈ ലോകക്രമം തന്നെ ഒരു നവദർശനത്തിലേക്ക് വരും. എല്ലാവരും ഒരു കുടുംബമായി തീരും. അമ്മേ, അമ്മേ, ഒന്നിങ്ങോട്ട് വന്നേ. ജോസഫ്, ജോസഫ്, എന്താ കുഞ്ഞെ, നിനക്ക് എന്താ പറ്റിയത്? അമ്മേ, ഇവിടെ ഇപ്പോൾ ഒരാൾ വന്നിരുന്നു. അയാളുമായാണ് ഞാൻ സംസാരിച്ചത്. സത്യം പറഞ്ഞാൽ അമ്മയോട് പൂർണ്ണമായി പറയാൻ കഴിയാത്ത ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. മറിയയെ കുറിച്ചും ഞങ്ങളുടെ വിവാഹത്തെ കുറിച്ചും വരാൻ പോകുന്ന ദിവസത്തെ കുറിച്ചൊക്കെ. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം ഒരു വ്യക്തമായ മറുപടി കിട്ടി. എന്റെ കുഞ്ഞെ, നീ ഇതെന്തൊക്കെയായി പറയുന്നത്? ആര് വന്നിവിടെ? എന്ത് പറഞ്ഞെന്നാണ്? അമ്മേ, നമ്മൾ കാത്തിരുന്ന മിശിഹായുടെ ജനനം സംഭവിക്കാൻ പോകുന്നു. അതിനായി ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തുവെന്ന് ദൂതൻ മുഖാന്തരം വെളിപ്പെടുത്തി തന്നു. നീ എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും. രക്ഷകൻ ഒരിക്കലും ഇത്തരത്തിലൊരു താണ ഇടത്തേക്ക് ഇറങ്ങി വരില്ല. അവൻ ദാവീദിന്റെ സിംഹാസനം അലങ്കരിക്കാനുള്ളവനല്ലേ? അമ്മ ഇതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ദൈവം എപ്പോഴും മനുഷ്യരുടെ ചിന്തയ്ക്ക് അപ്പുറമായിരിക്കുമെന്നാണ് ദൂതൻ എന്നോട് പറഞ്ഞത്. ഒരു പക്ഷേ ഇത് നിന്റെ തോന്നലാണെങ്കിൽ ഈ രണ്ട് ചുവരുകൾക്കുള്ളിൽ നമ്മുടെ സംസാരം ആരും കേൾക്കാതെ അവസാനിച്ചേക്കാം. എന്നാൽ ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ ഭൂമിയുള്ള കാലത്തോളവും അതിനുശേഷമുള്ള ലോകവും വാഴ്ത്തിപ്പാടുന്ന ചരിത്രമായി നമ്മുടെയൊക്കെ ജീവിതം മാറിയേക്കാം. ഇനി ആരൊക്കെ എതിർത്തെന്ന് പറഞ്ഞാലും മറിയെ ഇപ്പോൾ സ്നേഹിച്ചതിലും അധികമായി ഞാൻ സ്നേഹിക്കും. അവൾ അമ്മയ്ക്കും പ്രിയമുള്ളവളായിരിക്കും. വേദനകളും ദുരിതങ്ങളും തീരും. ശാന്തിയുടെയും സമാധാനത്തിന്റെയും നല്ല നാളുകൾ ഈ പൈതലിലൂടെ ദൈവം നമുക്ക് നൽകും. അന്ന് രാജാവെന്നോ അടിയാനെന്നോ
പുരോഹിതനെന്നോ പുറം ജാതിയെന്നോ